നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ബസ് പെട്ടെന്ന് പോയിട്ടുണ്ടാവും നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ. ചില സമയത്ത് നിങ്ങൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഒരുപാട് സമയം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് കറക്റ്റ് ഈ ബസ് വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ വരും. ആ ബസ്സിൽ കയറും പോകും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ സീക്രട്ട്? അപ്പോൾ അയാൾ പറഞ്ഞതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഈ ബസ്സിൻ്റെ ടൈം ടേബിൾ കിട്ടും. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയാലോ? അതിന് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ കലണ്ടർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഗൂഗിൾ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു 3 സ്റ്റെപ്പിലൂടെ ഒരു നല്ല രീതിയിലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ടൈം ബ്ലോക്കിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ CM ആയിക്കോട്ടെ PM ആയിക്കോട്ടെ, അവരൊക്കെ ഓരോ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയല്ലേ ചെയ്യാം. അതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഗൂഗിൾ കലണ്ടർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ആ ടൈം ബ്ലോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഒരു കാര്യമാണ് റിക്കറിങ് ഇവൻറ്റ്സ്. അതായത് പല കാര്യങ്ങളും നമ്മൾ ഡെയിലി ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യം ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്ലി ഒരു പ്രാവശ്യം ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നമുക്ക് ഗൂഗിൾ കലണ്ടറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്നും മറന്നു പോകാതെ കൃത്യമായിട്ട് ആ സമയങ്ങളിൽ നമുക്ക് ചെയ്യാനും പറ്റും. മൂന്നാമത്തെ കാര്യമാണ് റിമൈൻഡർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഏതെങ്കിലും ഒരു വർക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു റിമൈൻഡർ വരും. അപ്പോൾ നമ്മൾ ആ കൃത്യമായിട്ട് ആ കാര്യം അവിടെ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ ഗൂഗിൾ കലണ്ടറിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ബിസിനസ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് മാസ്റ്ററി ഫൗണ്ടേഷൻ്റെ ഒരു ഹബ്ബ് ഉണ്ട്. അതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ തന്നെ ബയോയിലോ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിനകത്ത് ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.